പലതാം മതമതു ചേർന്നതുമായാൽ ചില്ലകളുമെല്ലാം ചേർന്നൊരു പല സ്ഥലങ്ങൾ കടന്നു വന്നാൽ ജാതിമതങ്ങൾ പലതായാലും എറണാകുളം ജില്ലയിലെ കുടുംബശ്ശേരിയിലെ സർക്കാർ ജീവനക്കാരനായ മോഹനന്റെയും ബീനാമോളുടെയും 2 കുട്ടികളും ഈ രജിസ്റ്ററിൽ മതമില്ലാത്ത കുട്ടികളാണ്. മതമില്ലായ്മയാണ് എന്നല്ല, മതവിദ്വേഷം പാടില്ല എന്നാണ് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദർശ് പഠിച്ചിരിക്കുന്നത്. ആ വിദ്യാഭ്യാസത്തിൽ തന്നെ 2ാം ക്ലാസ്സുകാരിയായ അനുപമയും വളരുന്നു. ആദർശ് ക്ലാസ്സിൽ 1ാമനാണ്. സ്വന്തം കവിത എഴുതി പാടുന്നു. മറ്റു കലകളും പഠിക്കുന്നു. നമ്മള് കൂട്ടുകാരെയൊക്കെ തെരഞ്ഞെടുക്കുന്നത് മതം നോക്കിയിട്ടല്ല. പിന്നെ നമ്മള് എന്തെങ്കിലും അപകടം വരുമ്പോഴോ മറ്റോ എവിടെയെങ്കിലും കയറുമ്പോ ആള് ഏത് മതക്കാരനാണെന്ന് നോക്കിയിട്ടല്ലേ. മതമില്ലാത്ത ജീവനും പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം കൊടുക്കണ്ട്. അതേ അനുഭവമാണ് എനിക്ക് ക്ലാസ്സിൽ ചേർന്നപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അത് എനിക്ക് ഉള്ള അനുഭവം പോലെ ഈ ഒരു ചെറിയ വിഷയമാണ്. ഇതിനെ പറ്റി അധികം നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ സാധാരണ അറിയുന്നതാണ്. നമ്മൾക്ക് മതമൊക്കെ പിന്നെ നമ്മൾ മനുഷ്യർ ഉണ്ടായി പിന്നെ അവർക്ക് ജീവിക്കാൻ വേണ്ടി വെറുതെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ അത് നമ്മൾ എന്ത് പഠിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പഠിക്കാൻ പുസ്തകങ്ങളിലൊക്കെ വന്നതല്ലാതെ നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇതിന് ഒരു വിഷയത്തെ മാത്രം നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു. ആദർശിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ വ്യക്തമാണ് ദീർഘകാലമായി അയാൾ ഈ കാര്യത്തിൽ ചിന്തകൾ നടത്തിയിട്ടുണ്ട് എന്നാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ സ്കൂളിലെ അധ്യാപകർ വളരെ തൃപ്തരാണ്. പേര് അഡ്രസ് എഴുതി അത് കഴിഞ്ഞപ്പോൾ ഞാൻ മനുഷ്യൻ പല കാര്യങ്ങളും ഞങ്ങളുടെ പറഞ്ഞു. അതൊന്നും വിചാരിച്ചിട്ടല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഉറപ്പ് നിന്നു. ഇല്ല, അങ്ങനെ മതമില്ല, അതിന്റെ പിന്നെ കുറച്ച് കാര്യങ്ങളില്ല, മതമില്ല. അപ്പൊ ഞാൻ മതമില്ലാതെ എഴുതട്ടെ. അപ്പൊ മതമില്ലാന്ന് എഴുതിക്കുന്നത് മതമില്ല. ഈ കുട്ടികൾ മതവിരുദ്ധരല്ല, വിശ്വാസ നിഷേധികളല്ല. മതമില്ലാത്ത ലോകം വേണമെന്ന് പറയുന്നതില്ല. അവർക്ക് വളർന്ന ശേഷം മതവിശ്വാസങ്ങൾ വേണമെങ്കിൽ അവർക്കതിന് അവകാശമില്ല. ഒരു കുട്ടിയായിട്ട് വിശ്വാസം തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ ഒരു അനുഭവത്തിൽ അതിനൊരു സഹായാവസ്ഥയില്ല. മനുഷ്യരുടെ നന്മയും അടിസ്ഥാനപരമായ ഒരു സഹകരണവും അനുഭവം ഒക്കെ തന്നെ എൻ്റെ ജീവിതത്തിൽ തെരഞ്ഞെടുക്കുന്നു. എന്നാൽ അവിടെ ഒരു മനസ്സിന് സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ സാമ്പത്തികപാഠം പഠിക്കുന്ന ടീച്ചറാണ് ഞാൻ ക്ലാസ് ചർച്ച ചെയ്ത് കഴിഞ്ഞു. 90% കുട്ടികളും മതമില്ലാതെ കുട്ടികൾ വളരണം എന്ന അഭിപ്രായത്തിൽപ്പെട്ടതാണ്. പക്ഷേ അവർ ആ ഒരു ലൈനിലേക്ക് വരുന്നത് കൊണ്ട് അവരങ്ങനെ ജീവിച്ചു വരും. പക്ഷെ എല്ലാ മതങ്ങളിലെ അടിസ്ഥാന ആശയങ്ങൾ സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളെ മാത്രം വിശ്വസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ക്രിസ്ത്യൻ മതമല്ല, നല്ല വ്യക്തിയായിട്ട് വളർന്നത് അവിടെ മാത്രമേ ഒരു പ്രാർത്ഥന. മതം എന്ന വാക്കിനും വിശ്വാസം എന്ന വാക്കിനും അടുത്ത കാലത്തായി കേരളത്തിൽ വലിയ അർത്ഥനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. സർക്കാർ സംവിധാനങ്ങളിലൂടെ വിശ്വാസ പ്രചരണം പാടില്ല എന്ന തന്റെ പഴയ നിലപാടിൽ മോഹൻകുമാർ ഉറച്ചു നിൽക്കുന്നു. പറയേണ്ടതാണ്. വൈകിട്ട് ശരിക്ക് ശാസ്ത്രീയ ഉണ്ടായാലും മതേതരത്തിൽ പ്രദർശിക്കാനും ശാസ്ത്രീയ ഉണ്ടായാലും പ്രദർശിക്കാനും ഇങ്ങനെയെല്ലാം അധികമായി ജീവിക്കുന്നവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് ആണ് അതിനെ മനസ്സിലാക്കണം. ബന്ധുക്കള് മതി, ഞാൻ ഇങ്ങനെ അറിയാം. പിന്നെ കൂടുതലായിട്ട് എതിർക്കാൻ പറയാനില്ല.